അങ്കണത്തിൽ ശേഷിപ്പ് കബറടക്കം ചെയ്തു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ങ്ങളുടെ ഭാഗമായി നവംബർ 21 മുതൽ 24 വരെ വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചു. വേണാട് എക്സ്പ്രസ്, പരശുരാം എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. സ്റ്റോപ്പ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് MP റെയിൽവേ മന്ത്രാലയത്തിന് കത്ത് നൽകിയിരുന്നു. പത്തനംതിട്ടയിൽ ഇരട്ട സഹോദരിമാരെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 55 വർഷം കഠിന തടവും പിഴയും. കുളനട സ്വദേശി ശിവദാസിനെയാണ് പത്തനംതിട്ട ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം നടന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു. കോട്ടയം മീനച്ചിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൈപ്പുഴ സ്വദേശി ധനേഷ് മോൻ ഷാജിയെ കാണാതായത് കഴിഞ്ഞ ഞായറാഴ്ച. ചെക്ക് ഡാമിൽ സുഹൃത്തിനൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു ധനേഷ്. ആലപ്പുഴയിൽ വീണ്ടും കുറവാസ് സംഘത്തിന്റെ കവർച്ച. കോമളപുരത്തെ വീടുകളിലാണ് കുറവാസ് സംഘം കവർച്ച നടത്തിയത്. പുലർച്ചെ 2 മണിക്കും 1 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലം മുഖത്തലയിൽ 12.5 ഗ്രാം MDMA-യും ഹൈബ്രിഡ് കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കരിപ്പള്ളി മുറിൽ മോഡേൺ ബംഗ്ലാവിൽ നൌഫലാണ് പിടിയിലായത്. സ്പെഷ്യൽ സ്ക്വാഡിന്റെ പട്രോളിംഗിനിടയിലാണ് പ്രതിയെ പിടികൂടിയത്. തൃശൂർ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിലെ പ്രധാന വേദിയിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 76 വിദ്യാലയങ്ങളിൽ നിന്നും 3676 പ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക. ആലപ്പുഴയിൽ ലൈബ്രറി വികസന സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകോത്സവം 2024 സംഘടിപ്പിക്കും. നവംബർ 14 മുതൽ 16 വരെ തുമ്പോളി ശ്രീനാരായണ ഗുരു സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പുസ്തകോത്സവം മുൻ ധനമന്ത്രി വകുപ്പ് PM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം വളാഞ്ചേരി കുറ്റിപ്പുറം സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന R ചന്ദ്രൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നിന്ന് സംസ്ഥാനതല ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന പരിശീലനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതല മത്സരങ്ങൾക്കായി തൃശൂർ ജില്ലാ ടീമിനെ സജ്ജമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുമാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കൊല്ലം ശൂരനാട് പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്യാൻസർ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ തുടർച്ചയായാണ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. റോസ് ഒപ്റ്റിക്കൽസ്, സ്റ്റാച്യു റോഡ്, തിരുവനന്തപുരം. ബ്രാഞ്ചസ് വെള്ളയമ്പലം, നാലാഞ്ചിറ, അമ്പലമുക്ക്, കരമന, നെടുമങ്ങാട്. India's biggest wedding fest now in Karunagapalli. അതെ, 10 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി കരുനാഗപ്പള്ളിയിലെ വെഡ്സ് ഇന്ത്യ വെഡിംഗ് മാളിൽ ഒക്ടോബർ 25 മുതൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ വെഡിംഗ് ഫെസ്റ്റ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലെയും വിവാഹാഘോഷങ്ങളിലെ മിന്നും വസ്ത്രങ്ങൾ ഇനി നമ്മുടെ നാട്ടിലും. വെഡ്സ് ഇന്ത്യ വെഡിംഗ് മാൾ, കരുനാഗപ്പള്ളി. കേരള വിഷൻ ആൻഡ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രസന്റ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് 2024. കേരളത്തിന്റെ പെൺകരുത്തായ കുടുംബശ്രീയിലെ സംരംഭക പ്രതിഭകളെ കണ്ടെത്തി ആദരിക്കുന്ന മെഗാ ഇവന്റ്. 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷവേളയിൽ സംരംഭക പ്രതിഭകളെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന് കേരളം വിജയകരമായി കാണിച്ചുകൊടുത്ത ആഗോള മാതൃക. 46 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർക്ക് കീഴിലെ ഒന്നിനൊന്നും മെച്ചമായ ചെറുകിട സംരംഭങ്ങൾ. ഭക്ഷ്യ സംസ്കരണം, കരകൗശലം, മാലിന്യ നിർമ്മാർജ്ജനം, IT, ഇലക്ട്രോണിക്സ്, നിർമ്മാണം തുടങ്ങി എണ്ണമറ്റ സംരംഭങ്ങളും സംരംഭകരും. 14 ജില്ലകൾക്കുമായി കാത്തിരിക്കുന്നത് 140 അവാർഡുകൾ. 35 ലക്ഷം വരിക്കാർ ഉൾപ്പെടുന്ന 14 ദശലക്ഷം പ്രേക്ഷകരിലേക്ക് പുരസ്കാര വിതരണവും കലാപരിപാടികളും തത്സമയം സംപ്രേഷണം ചെയ്യുന്ന കേരള വിഷൻ ന്യൂസ്. ഏതായിരിക്കും മികച്ച സംരംഭങ്ങൾ? ആരൊക്കെയായിരിക്കും മികച്ച സംരംഭകർ? മികച്ച ജില്ലാ കിരീടം ആരുയർത്തും? ആരോഗ്യകരമായൊരു മത്സരപൂര